അപ്പോൾ എല്ലാവർക്കും MediaTek Helio Realme 7 വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ ചെയ്യാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. പക്ഷേ MediaTek Helio റിവ്യൂ എന്ന് പറയുന്നത് വേറെ ലെവൽ റിവ്യൂ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വേർത്ത് വാച്ചിങ് ആണ്. മാത്രമല്ല ഇതൊരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ കാണാം. നമ്മൾ ഫസ്റ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഡിസ്പ്ലേനെ പറ്റി പറയുന്ന സമയത്ത് 1080x2400 ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ ആയിട്ട് വരുന്നത്. മാത്രമല്ല നമുക്ക് ഈ ഒരു ഡിസ്പ്ലേന് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൂടി കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു സിംഗിൾ സെൽഫി ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കട്ടൗട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പറയാനുള്ളൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 90 ഹെർട്സ് ആണ്. നമ്മൾ 60 ഹെർട്സിൽ നിന്നും 90 ഹെർട്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതായത് നമ്മൾ OnePlus 7 കണ്ട പോലുള്ള ആ ഒരു സ്മൂത്ത്നെസ്, 90 ഹെർട്സിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് എപ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ ഈ വാട്സപ്പിലൂടെയൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ മാത്രമാണ് 90 ഹെർട്സിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഈ ഒരു ഹോം സ്ക്രീനിലേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്പ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡിസ്പ്ലേ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് റിയൽമി കാലിബ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നല്ല വിസിബിലിറ്റി തരുന്ന ഒരു നല്ലൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു റിയൽമി 7 ഉള്ളത്. അതിൻ്റെ മുഖത്തെ നോക്കുക, എന്തൊരു ചൈതന്യമാണ് കാണാൻ. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ ബിൽഡിനെ പറ്റി സംസാരിക്കാം. ബിൽഡിനെ പറ്റി പറയുന്ന സമയത്ത് റിയൽമി ഇതിനെ വളരെ നല്ല രീതിക്ക് തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ സപ്പോർട്ടും അല്ലെങ്കിൽ പ്രൊട്ടക്ഷനും, ബാക്കിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മെയ്റ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ബിൽഡ് ക്വാളിറ്റിനെ പറ്റിയിട്ട് അധികം കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. പിന്നെ ചെറിയൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ പിടിക്കുന്ന സമയത്ത്. അത് ഇതിലുള്ള ഒരു 5000 mAh ഒരു ബാറ്ററി ഉള്ളതുകൊണ്ടാണ് ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. റിയൽമി വളരെ മികച്ച രീതിക്ക് തന്നെയാണ് ഇതിനെ ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ രണ്ട് സൈഡിലേക്കും സ്കാറ്റർ ചെയ്തേക്കുന്ന പോലുള്ള ഒരു ബാക്ക് ഡിസൈനൊക്കെ വളരെ നല്ല രസമുണ്ട് റിയൽ ലൈഫിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിൻ്റെ ക്യാമറേനെ പറ്റി സംസാരിക്കാം. ക്യാമറേനെ പറ്റി പറയുന്ന സമയത്ത് 64 MP ഒരു മെയിൻ ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നെ നമുക്കൊരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു 2 MP മാക്രോ ക്യാമറയും 2 MP ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറും നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ 2 ക്യാമറാസ് മാത്രമാണ് ഇതിലുള്ള എന്താ പറയുക പ്രാക്ടിക്കലി നല്ല ക്യാമറാസ്. ബാക്കിയുള്ള 2 ക്യാമറാസും 4 ക്യാമറയാണ് എന്ന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി റിയൽമി കൊടുത്തതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്ക് ക്യാമറയുടെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ നല്ല രീതിക്ക് തന്നെയാണ് ബാക്ക് ക്യാമറാസ് പെർഫോം ചെയ്യുന്നത്. ഈ ലോ ലൈറ്റ് കണ്ടീഷൻസിലായാലും അതേപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലായാലും വളരെ നല്ല രീതിക്ക് തന്നെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഈ ഒരു ബാക്ക് ക്യാമറയിൽ നമുക്ക് വലിയ രീതിക്കുള്ള കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് പറയാനില്ല. വീഡിയോ ആയാലും നമുക്ക് 4K 30 ഫ്രെയിം/സെക്കൻഡിലൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ ക്യാമറ ആപ്പ് തുറക്കുന്ന സമയത്തും ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസൊക്കെ മാത്രമേ ഉള്ളൂ. 64 MP സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതേപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കണ്ടത് ആ ഒരു പ്രോ മോഡൊക്കെയാണ്. ഇനി സെൽഫീനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് 16 MP ക്യാമറയാണ് സെൽഫി ക്യാമറ ആയിട്ട് കിട്ടുന്നത്. ലോ ലൈറ്റ് നിന്ന് ബ്ലറി ആയിട്ടുള്ള ഒരു ഇമേജാണ് ഈ ഒരു ക്യാമറ നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ ബ്രൈറ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ വളരെ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാമറ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫോമൻസിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു. കോൾ ഓഫ് ഡ്യൂട്ടിയിൽ നമുക്ക് മീഡിയം സെറ്റിങ്സിൽ 60 FPS സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ബൈ ദ വേ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ G95 ആണ്. G95ൻ്റെ ഫുൾ പവർ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്നേ പറയാൻ സാധിക്കുള്ളൂ. കാരണം G90 യൂസ് ചെയ്യുന്ന പല സ്മാർട്ട് ഫോണിലും കുറച്ചും കൂടി നല്ല പെർഫോമൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് റിയൽമിയുടെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആയിരിക്കും. റിയൽമി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഇതൊക്കെ ഫിക്സ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഒരുപാട് ആൾക്കാർ റിയൽമി കമ്മ്യൂണിറ്റിയിലൊക്കെ ലാഗ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ സോഫാർ യൂസ് ചെയ്തതിൽ വെച്ച് ലാഗൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ചെറിയൊരു ഗ്ലിച്ച് ഉണ്ട്, അത് സോഫ്റ്റ്വെയറിൻ്റെ ഗ്ലിച്ചാണ്. അല്ലാതെ പ്രോസസ്സറിൻ്റെ ഭാഗത്ത് നിന്നും ലാഗും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ കമ്മ്യൂണിറ്റിയിൽ ഇതിൽ ഗോസ്റ്റ് ടച്ച് ഇഷ്യൂ ഒക്കെ ഉള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സോഫാർ നമുക്ക് ആ ഒരു ഇഷ്യൂ ഒന്നും നമുക്ക് അനുഭവപ്പെട്ടില്ല. പിന്നെ ഇതിൽ Android 10 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടും ഇതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത്. പിന്നെ ബാറ്ററിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് 5000 mAh ബാറ്ററിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു നോർമൽ പേഴ്സണിന് ഫുൾ ചാർജിൽ 1.5 ഡേ ഒക്കെ സുഖമായിട്ട് ഈ ഒരു ബാറ്ററി നമുക്ക് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഹാർഡ് കോർ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ഡേ ഒരു ഫുൾ ചാർജിൽ നിങ്ങൾക്ക് 1 ഡേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർപ്രിൻറ്റ് സ്കാനർ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഫേസ് അൺലോക്കും കൂടി കിട്ടുന്നുണ്ട്. രണ്ടും എഫിഷ്യൻ്റ് ആണ്, അതായത് രണ്ടും ഫാസ്റ്റ് ആണ് നല്ല. പിന്നെ 30 വാട്ട്സിൻ്റെ ഒരു ചാർജറും കൂടി നമുക്ക് നമ്മുടെ ബോക്സിൽ കിട്ടുന്നുണ്ട്.
പിന്നെ സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയറും സംഭവങ്ങളൊക്കെയുള്ള ഒരു സ്പീക്കറാണ്, നല്ല സ്പീക്കറാണ്. പിന്നെ മൈക്രോഫോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മൈക്രോഫോണാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരു നോർമൽ പേഴ്സണിന് ആ ഒരു മൈക്രോഫോണ് നല്ല തന്നെയാണ്. അതായത് യൂസബിളായിട്ടുള്ള ഔട്ട്പുട്ടാണ് ആ ഒരു മൈക്രോഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കിതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ റിയൽമി 7 എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 90 ഹെർട്സ്, അതുപോലെ തന്നെ 5000 mAh ബാറ്ററി, പിന്നെ 30 വാട്ട്സിൻ്റെ വയർഡ് ചാർജർ, അങ്ങനെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല 2 ക്യാമറാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ സജഷൻ ഉണ്ട്. അതായത് ഈ ബോക്സിൽ സൽമാൻ ഖാൻ്റെ മുഖം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബോക്സ് കുറച്ചും കൂടി സുന്ദരമായിരുന്നു. അങ്ങനെയുള്ളൊരു ചെറിയൊരു സജഷൻ കൂടി പറയാനുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്താണ് ആ ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കാണാം. ബൈ.